വെൽക്കം ബാക്ക് ടു മൈ രഥോത്സവ സീരീസ്. അപ്പോൾ ഇന്ന് രഥോത്സവം 6th ഡേ ആണ് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു വ്ളോഗായിട്ട് വന്നേക്കുവാണ്. കാരണം ഇന്ന് എൻ്റെ ഡാൻസ് പെർഫോമൻസ് ഉണ്ട് ഇവിടുത്തെ അമ്പലത്തിൽ. എൻ്റെ മാത്രമല്ല വേറെയും കുറച്ച് കുട്ടികളുടെ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ട് ഡാൻസിൻ്റെ ഓർണമെൻറ്റ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 11:53. അച്ഛൻ 12 മണിക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. അച്ഛൻ ഓൾറെഡി എത്തി. അല്ല, എത്തിയില്ലേ അമ്മ? അച്ഛൻ വന്നില്ല? ഇല്ല, അച്ഛൻ വന്നിട്ടില്ല. അപ്പം അച്ഛൻ കറക്റ്റ് 12 മണിക്ക് വരാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം. ഇത് ഞാൻ എൻ്റെ ചുമ്മാ ഫൺ മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്ത് വെച്ചതാട്ടോ. കാത്തിരുന്ന് കണ്ണ് കടഞ്ഞു എന്ന് പറയില്ലേ, അതുപോലെ ഞാൻ അച്ഛനെ കാത്തിരുന്ന് എൻ്റെ കണ്ണ് കടയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കണ്ണ് വെച്ച് എന്തൊക്കെയോ ചെയ്യാനും ജസ്റ്റ് ക്യാപ്ചർ ചെയ്തത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ അച്ഛനെ വിളിച്ച് വരുത്തി. അപ്പോൾ അച്ഛൻ ഞങ്ങൾ റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വരാതിരുന്നതാണ്. പിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ വന്നു. അച്ഛൻ, അമ്മ, ഞങ്ങളെല്ലാവരും കൂടി പോയിട്ട് എൻ്റെ കയ്യിൽ ചില ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചിലത് മാത്രമാണ് റെൻറ്റിന് എടുക്കാൻ വേണ്ടി പോയത്. പിന്നെ അതിന് ശേഷം ഈ ഒരു പൊട്ട്, ഇതെൻ്റെ ഫേവറേറ്റ് ആട്ടോ. ഇതിൽ എല്ലാ കളേഴ്സും 11 ഷെയ്ഡ്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ഞാൻ ഓട്ടോയിൽ ഇരുന്നു കൊണ്ട് തന്നെ നടത്തി കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ്. നമുക്കിങ്ങനെ കളർ പൊട്ട് വെച്ചിട്ട് പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് ഞാൻ വീണ്ടും കണ്ടപ്പോൾ വാങ്ങിച്ചു. പിന്നെ ഞാൻ ജസ്റ്റ് മുറ്റമൊക്കെ അടിച്ചു വാരി. കാരണം എനിക്ക് പിന്നെ സമയം ഉണ്ടാവില്ലല്ലോ, പ്രോഗ്രാമല്ലേ. പിന്നെ അമ്മയാണ് കേട്ടോ കോലിട്ടത്. അമ്മ പൊടിക്കോലം നല്ല ഭംഗിയിലിടും, നല്ല വൃത്തിയിലിടും കേട്ടോ. എനിക്കിതിൽ അത്ര വൃത്തിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അരിമാവ് ഉപയോഗിച്ച് ഇടുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഭംഗിയും അതുപോലെ നീറ്റും ഒക്കെ വരിക. എനിക്ക് പൊടിക്കോലത്തിൽ അത്ര അങ്ങോട്ട് പരിചയ സമ്പന്നതയില്ല. അപ്പം അമ്മയാണ് കേട്ടോ കോലമൊക്കെ ഇടുന്നത്. അങ്ങനെ കോലമൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ നേരെ റെഡിയാവാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞാൻ റെഡിയാവാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു സാരിയാണ് ഡാൻസിന് വേണ്ടി ഉടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനത്തെ എൻ്റെ ഗോപി പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. ഇതിലേതാണ് നന്നാവുക? ഇതൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നതുകൊണ്ട് ഈ ഒരു ബ്ലാക്ക് നന്നായിരിക്കും എന്ന് വിചാരിക്കണു. പിന്നെ ഇത് വളരെ കുഞ്ഞിതായിട്ടോ. പിന്നെ ഇതിൻ്റെ വലുത് ഞാൻ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒന്നായിരിക്കും വയ്ക്കുക. പിന്നെ ചിലങ്ക, ഓർണമെൻറ്റ്സ്. പിന്നെ ഞാൻ മുടി ഫസ്റ്റ് വിചാരിച്ചു എൻ്റെ മുടിയിൽ തന്നെ ഏതെങ്കിലും ഒരു ഹെയർ ഡൂ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ മുടിയുടെ വണ്ണം അടിയിൽ കമ്മിയാണ്, അതുകൊണ്ട് ഇത്രയും വലിയ മുടി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വള സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കല്യാണത്തിനിട്ട വളയാട്ടോ. ആ ഒരു കുപ്പി വള. ദിസ് ഇസ് മൈ ഫേവറേറ്റ്. ഈ വളയും പിന്നെ ഇത് പിന്നെ മെറ്റലിൻ്റെ വളയാണ് കേട്ടോ. എനിക്ക് പൊതുവേ വളയുടെ സൈസ് വളരെ വലുതാട്ടോ. കാരണം ഞാൻ അങ്ങനെ വള ഇടാറില്ല. എന്തെങ്കിലും ഫങ്ഷൻസ് വരുമ്പോഴാണ് ഇടാറ്. അപ്പോൾ വള ഇടാതെ ഇവിടുത്തെ കൈയിൻ്റെ ഇവിടെ എല്ലിന് ബലം കൂടിപ്പോയി. അപ്പം ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം. അപ്പം ഞാൻ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ പോയിട്ട് മേക്കപ്പൊക്കെ മെല്ലെ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പം ഞാൻ മേക്കപ്പൊക്കെ ചെയ്തു കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല, പിന്നെ പൊട്ട് വെച്ചിട്ടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു തല കെട്ടിയിട്ട് ബാക്കിയൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ മേക്കപ്പ് കുറച്ച് കൂടുതലായിരിക്കും, കാരണം ഡാൻസിൻ്റെ മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ ഐബ്രോസൊക്കെ കുറച്ച് തിക്കിലാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ കണ്ണായാലും കണ്ടോ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി സെറ്റ് ആവാനുണ്ട്. പൊട്ട് വെക്കണം, ലിപ്സ്റ്റിക്ക് ഇടണം. അപ്പോൾ പോയിട്ട് ഹെയർ കെട്ടിയിട്ട് വരാം. സോ ഹെയർ ഇങ്ങനെ ഞാൻ പിന്നെ കുഞ്ചലമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അഖിൽ വേഗം വാ. വിചാരിച്ചു കറുപ്പ് ഷർട്ടേ ഉണ്ടാവുള്ളൂ എന്ന്. എന്താ പോലെ എന്നെ ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനെ കാണുന്ന. എന്താ പോലെയാണ്, ലിപ്സ്റ്റിക്ക് ഇടണേ ഉള്ളൂ, പൊട്ട് വെക്കണേ ഉള്ളൂ. മുടി ചെയ്തതെന്താ ഇങ്ങോട്ട് വാ, മെസ്സി ഹെയർ സ്റ്റൈൽ കാണി. പിന്നൊക്കെ ചടപടയെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സമയമാവാറായിട്ട് അമ്പലത്തിലോട്ട് പോകണം. അപ്പോഴേക്കും എൻ്റെ കൈയൊക്കെ മുറിഞ്ഞ് വളട്ട് പിന്നെ ഞാൻ അൽത്തയൊക്കെ ഇട്ട് എല്ലാം ഇട്ട് റെഡിയായ ശേഷം പിന്നെ വാമപ്പ് ചെയ്യാണ്. ഈ ഒരു സ്ട്രെച്ചസ് നമ്മുടെ സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അഖിലേട്ടൻ ഫസ്റ്റ് ടൈമാണ് എന്നെ ഇങ്ങനെ കാണുന്നതും ഈ ഒരു ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് ഈ ഒരു വേഷത്തിൽ കാണുന്നതും. അതുപോലെ എൻ്റെ പെർഫോമൻസ് ആൾ ഫസ്റ്റ് ടൈമാണ് കാണാൻ വേണ്ടി പോകുന്നതും. സോ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു പെർഫോമൻസ് പറഞ്ഞാൽ അത്രയും
എന്താ പറയുക മാജിക്കൽ മൊമെൻറ്റ്സ് പോലെയാണ് എനിക്ക് തോന്നിയത്. മാതാപിതാ ഗുരു ദൈവം ഇവർ 4 പേരുടെയും ബ്ലെസ്സിങ്സ് എൻ്റെ കൂടെ ഉള്ള പോലെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിരുന്നു കേട്ടോ. അതുമാത്രമല്ല വളരെ മനസ്സംതൃപ്തി തോന്നില്ലേ, നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു തൃപ്തി തോന്നണമല്ലോ, ആ ഒരു തൃപ്തി എനിക്ക് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പിന്നെ ത്രൂ ഔട്ട് എനിക്ക് ഈ ഒരു എനർജി കീപ്പ് ചെയ്യാനും വേണ്ടി പറ്റി. ഗോഡ്സ് ഗ്രേസ്, ദൈവത്തോട് നന്ദി പറയുന്നു. പെർഫോമൻസിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോയിലോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതാണ് ബേബി ആൻറ്റി, എൻ്റെ നെയ്ബർ ആൻറ്റിയാണ്. നെയ്ബർ എന്നതിലുപരി നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോലെയാണ് കേട്ടോ ആൾ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഈ ഹെയർ ആക്സസറീസ് എല്ലാം അയച്ചു വെച്ചിട്ട് പിന്നെ അത്രയേ ഉള്ളൂ കേട്ടോ. അത്രയും ഞാൻ വീഡിയോ എടുത്തുള്ളൂ. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ, ടേക്ക്